നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഡക്റ്റ് ഇല്ലാത്ത ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് ആർ കോൾഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇനി ഈ ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷന്റെ പേരാണ് ഹോർമോൺ. അത് നമ്മുടെ ബ്ലഡിലോട്ട് ഡയറക്റ്റ് ആയിട്ടായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഡക്റ്റ് വഴിയുള്ള ഗ്ലാൻഡിന് അത് ലോക്കലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എൻഡോക്രൈൻ ഗ്ലാൻഡിലെ ഹോർമോൺസ് അത് ബോഡി ഫുള്ള് ആക്ട് ചെയ്യാൻ പറ്റും. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പം ബ്രെയിനിലാണെങ്കിൽ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡോ ഓവറിയോ ടെസ്റ്റിസോ ഏത് ഗ്ലാൻഡും കൺട്രോൾ ചെയ്യാനുള്ള പവറുള്ള ഹോർമോൺസ് അത് സെക്രീറ്റ് ചെയ്യും. അതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷന്റെ പേരാണ് ഹോർമോൺസ്. സോ എന്താണ് ഒരു ഹോർമോൺ? എ ഹോർമോൺ ഈസ് എ ടൈപ്പ് ഓഫ് കെമിക്കൽ സിഗ്നൽ. സോ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സിഗ്നൽ ആണ് ഹോർമോൺ. ആൻഡ് ദേ ആർ ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെൽ. രണ്ട് സെൽ തമ്മിൽ ഉള്ളൊരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ നമ്മുടെ ബോഡിയിൽ രണ്ട് സിസ്റ്റമാണ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് എൻഡോക്രൈൻ സിസ്റ്റവും ഒന്ന് നെർവസ് സിസ്റ്റവും. ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് നമ്മുടെ ബോഡി ഒരു ഇക്വിലിബ്രിയത്തിൽ പോകുന്നത്. And endocrine system produces hormone that are instrumental in maintaining homeostasis. Homeostasis means equilibrium. നമ്മുടെ ബോഡിയുടെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, ഒരു നോർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ആൻഡ് റെഗുലേറ്റിംഗ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. സോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് കെമിക്കൽ സിഗ്നൽ ആണ്. സോ ഹോർമോൺ ഈസ് എ കെമിക്കൽ മെസ്സഞ്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽ that affects specific change in the cellular activity of other cell. So hormone എന്ന് പറയുന്ന ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആണ്. അത് ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. Produced by a cell that affect specific change in the cellular activity of other cell അല്ലെങ്കിൽ ടാർഗറ്റ് സെൽ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സെല്ലും അത് അഫക്റ്റ് ചെയ്യുന്നത് വേറൊരു സെല്ലിനെ, അത് ടാർഗറ്റ് ചെയ്യുന്ന സെല്ലിനെ. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് ടാർഗറ്റ് ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡിനെ. പിന്നെ ആന്റി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ റിലീസ് ചെയ്യും. അത് ടാർഗറ്റ് ചെയ്യുന്നത് അഡ്രിനൽ ഗ്ലാൻഡിനെ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഇടത്തും അതിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടാർഗറ്റ് വേറൊരു സെല്ല്. ഇനി അൺലൈക്ക് എക്സോക്രൈൻ വിച്ച് പ്രൊഡ്യൂസ് സബ്സ്റ്റൻസ് ലൈക്ക് സലൈവ, മിൽക്ക്, സ്റ്റൊമക്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈം, ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സോക്രൈൻ ഗ്ലാൻഡ്. അത് ഡക്റ്റ് ആണ്. അതിന് ഡക്റ്റ് ഉണ്ട്. പക്ഷേ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഡു നോട്ട് സെക്രീറ്റ് സബ്സ്റ്റൻസ് ഇൻ ടു ദ ഡക്റ്റ് ഓർ ട്യൂബ്യൂൾ. Instead, endocrine gland secrete their hormone directly into the surrounding extracellular space. And the hormone then diffuse nearby capillary and are transported throughout the body in the blood. So, നമ്മുടെ endocrine gland secrete ചെയ്യുന്ന ഹോർമോൺ നമ്മുടെ അത് ഡയറക്ട്ലി എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്, രണ്ട് സ്പേസിന് ഇടയ്ക്കുള്ള അല്ലെങ്കിൽ സെല്ലിന് പുറത്തുള്ള സ്പേസിലോട്ട്, ഇന്റർസ്റ്റീഷ്യത്തിലോട്ട് ഈ സെക്രീഷൻ വരും. അത് നമ്മുടെ കാപ്പിലറി വഴി ഡിഫ്യൂസ് ചെയ്ത് നമ്മുടെ ബ്ലഡിൽ എത്തും. അതാണ് ഹോർമോൺ. സോ ഹോർമോൺ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ മെസ്സഞ്ചറാ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സെല്ലിലും ടാർഗറ്റ് ചെയ്യുന്ന വേറെ സെല്ലിലും. ഇനി നമുക്ക് നമ്മുടെ ഹോർമോണിനെ ക്ലാസിഫൈ ചെയ്യാം. സോ പലതരം ഹോർമോൺ ഉണ്ട്. പ്രോട്ടീൻ ബേസ്ഡ്, മെയിൻലി 2 ആയിട്ട്, പ്രോട്ടീൻ ബേസ്ഡ് ഹോർമോണും ലിപ്പിഡ് ബേസ്ഡ് ഹോർമോണും. സോ പ്രോട്ടീൻ ബേസ്ഡ് ഹോർമോൺ ആണ് പോളിപെപ്റ്റൈഡ്, പിന്നെ ഗ്ലൈക്കോപ്രോട്ടീൻ, അമീൻ. സോ പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ കുറച്ച് പെപ്റ്റൈഡ് മോളിക്യൂൾസിന്റെ ഒരു ഗ്രൂപ്പ്. അതിന് എക്സാമ്പിൾ ആണ് ഇൻസുലിനും ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഒക്കെ പോളിപെപ്റ്റൈഡ് ഹോർമോണിൽ പെട്ടതാണ്. ഇനി ഗ്ലൈക്കോപ്രോട്ടീൻ. സോ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും കൂടെ ചേർന്നത്, അതാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിങ് ഹോർമോണും. ഇനി അമീൻ, മോഡിഫൈഡ് അമിനോ ആസിഡ്. നെക്സ്റ്റ് അമീൻ, മോഡിഫൈഡ് ആയിട്ടുള്ള അമിനോ ആസിഡ്. അത് എപ്പിനെഫ്രിനും മെലറ്റോണിനും. സോ എപ്പിനെഫ്രിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ
അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഇനി ലിപ്പിഡ് ബേസ്ഡ് ഹോർമോൺ ആണ് സ്റ്റിറോയിഡ്. അത് തന്നെ മോഡിഫൈഡ് കൊളസ്ട്രോൾ ആണ്. സെക്സ് ഹോർമോണും ആൽഡോസ്റ്റിറോണും അഡ്രിനൽ ഗ്ലാൻഡിൽ അഡ്രിനൽ കോർട്ടെക്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. സോ ഇത്രയാണ് നമ്മുടെ ഹോർമോണിനെ കുറിച്ചൊരു ബേസിക്. ഇനി നമുക്ക് ഈ ഡയഗ്രാം ആദ്യം ഒന്ന് ഞാൻ വായിക്കാം, പിന്നെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ നമ്മുടെ ഹൈപ്പോതലാമസ് നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡായി പിറ്റ്യൂട്ടറി കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിനിന്റെ ഭാഗമാണ്. ഹൈപ്പോതലാമസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, പക്ഷേ എൻഡോക്രൈൻ ഗ്ലാൻഡായ പിറ്റ്യൂട്ടറി കൺട്രോൾ ചെയ്യുന്ന സെക്രീഷൻ എല്ലാം വരുന്നത് ഹൈപ്പോതലാമസ്, ബ്രെയിനിന്റെ ഭാഗമായ ഹൈപ്പോതലാമസിൽ നിന്നാണ്. ഇനി ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേര് റിലീസിങ് ഹോർമോൺ എന്നും ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്നുമാണ്. സോ റിലീസിങ് ഹോർമോൺ നമ്മൾ ഇവിടെ പ്ലസ് കാണിച്ചില്ല, അത് അതിന് റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻഹിബിറ്റ് എന്ന് പറയുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യും, ഫീഡ്ബാക്ക് മെക്കാനിസം വഴി സ്റ്റോപ്പ് ചെയ്യും. സോ ഇവിടെ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് PRH. അത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ, സോ PRH എന്ന് വെച്ചാൽ പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ. അത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ പ്രൊലാക്റ്റിനെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, അത് ഇൻഹിബിറ്റാ ചെയ്യുന്ന ഡോപ്പമിൻ, അത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോണെ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി TRH തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, അത് തൈറോയിഡ് ഗ്ലാൻഡിലെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണെ റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഓരോ റിലീസിങ് ഹോർമോണും ഒരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആ ടാർഗറ്റ് സെല്ലിനെ ഇൻഹിബിറ്റ് ചെയ്യും, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിനെ സ്റ്റോപ്പ് ചെയ്യും. അതാണ് റിലീസിങ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ഫ്രം ദ ഹൈപ്പോതലാമസ്. സോ ഹൈപ്പോതലാമസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, ഒരു ബ്രെയിനിന്റെ ഭാഗമാണ്. പക്ഷെ അത് മാസ്റ്റർ ഗ്ലാൻഡായ പിറ്റ്യൂട്ടറിയെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ്, കൺട്രോൾ ചെയ്യുന്ന ഒരു ബ്രെയിനിന്റെ പാർട്ടാണ് ഹൈപ്പോതലാമസ്. സോ ഇനി നമുക്ക് ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡും ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഇസ് കോൾഡ് ആസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ വേറൊരു പേരാണ് ഹൈപ്പോഫൈസിസ് സെറിബ്രൈ. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് മെയിൻലി രണ്ട് പോർഷൻ ഉണ്ട്, ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി നമ്മൾ അഡിനോ, അത് ഗ്ലാൻഡാ, അഡിനോ ഹൈപ്പോഫൈസിസ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ന്യൂറോ ഹൈപ്പോഫൈസിസ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എത്ര പാർട്ടുണ്ട്? രണ്ട്, ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും. സോ ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഡിഫറെന്റാ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഡിഫറെന്റാ. സത്യത്തിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ സ്റ്റോർ ചെയ്യുന്ന, ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഹോർമോൺ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ന്യൂറോ ഹൈപ്പോഫൈസിസും. സോ നമ്മൾ ഇവിടെ നോക്കാം ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ. സോ ഫസ്റ്റ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ACTH. സോ അഡ്രിനൽ, എന്താണ് റീനൽ എന്ന് വെച്ചാ? കിഡ്നി. സോ കിഡ്നിയുടെ മുകളിൽ ഉള്ള ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. സോ അഡ്രിനൽ ഗ്ലാൻഡിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. സോ അതൊരു ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. ഇനി ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ അടുത്ത ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ ഓർ GH. അത് നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ അടുത്ത ഹോർമോൺ. നെക്സ്റ്റ് ഈസ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. Then next is TSH, thyroid stimulating hormone. Next is gonadotropins. So gonad, testicle and ovary. So adine growth ine help ചെയ്യുന്ന FSH and LH.
നെക്സ്റ്റ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ബ്രസ്റ്റിൽ ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. സോ ഇത്രയാണ് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ. ACTH, GH, MSH, ഇത് എല്ലാ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ലോവർ ആനിമൽസിലാണ് കൂടുതൽ കാണുന്നത്. ഇനി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഗൊണാഡോട്രോപ്പിൻ ഓർ GH, പിന്നെ പ്രൊലാക്റ്റിൻ. ഇത്രയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഹോർമോണാണ് ADH അഥവാ വാസോപ്രസിനും ഓക്സിറ്റോക്സിനും. സോ രണ്ടും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോണാണ്, വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോക്സിൻ, അല്ലെങ്കിൽ ADH ആൻഡ് ഓക്സിറ്റോക്സിൻ. ഇത്രയാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഹോർമോൺസ്. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏതൊക്കെയാ? ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ പ്രൊലാക്റ്റിൻ, GH, TSH, FSH, LH, ACTH. ഇത്രയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ഏതൊക്കെയാ? വാസോപ്രസിനും ഓക്സിറ്റോക്സിൻ. അതിൽ വാസോപ്രസിന്റെ വേറൊരു പേരാണ് ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. സോ ഇനി ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഓരോ ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ. സോ ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രൊമോട്ട് ദ ഗ്രോത്ത്. സോ നമ്മൾ ഈ ഡയഗ്രത്തിലും ഉണ്ട്. സോ ഗ്രോത്ത് ഹോർമോൺ വിൽ പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് മെയിൻലി ബോൺ ആൻഡ് മസിൽ ഓർ ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. ഗ്രോത്ത് ഹോർമോൺ ആണ് GH. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ബോഡിയിലെ മൈറ്റോസിസിനെ പ്രൊമോട്ട് ചെയ്യും. സോ സെൽ ഡിവിഷനായ മൈറ്റോസിസിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് ഈസ് ഇലോങ്ങേഷൻ ഓഫ് ലോങ് ബോൺ. ലോങ് ബോൺ ഒക്കെ ഇലോങ്ങേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും വൂണ്ട് ഉണ്ടായി അത് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ലാക്ക് ഓഫ് ഗ്രോത്ത് ഹോർമോൺ, അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രോത്ത് ഹോർമോണിന്റെ വേറൊരു പേരാണ് സൊമാറ്റോട്രോഫിൻ. എന്ത് ട്രോഫിൻ എന്ന് പറഞ്ഞാലും ഗ്രോത്ത് ആണ്. സൊമാറ്റോട്രോപ്പിൻ. ഇനി ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, അതിനെ നമ്മൾ സൊമാറ്റോസ്റ്റാറ്റിൻ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പേജ്. അതുപോലെ ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ അത് നമ്മുടെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യും. സോ ഹൈപ്പർ സെക്രേഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ ചൈൽഡ്ഹുഡ് ബിഫോർ അഡോളസൻ, അത് നമുക്ക് ജൈജാൻഡിസം ഉണ്ടാക്കും. ഹൈപ്പോ സെക്രേഷൻ ഡോർഫിസം ഉണ്ടാക്കും. അത് നമ്മൾ വരും. സോ ഇതാണ്. പിന്നെ ഹൈപ്പർ സെക്രേഷൻ ഇൻ അഡൽട്ട്ഹുഡ് വിൽ പ്രൊഡ്യൂസ് എക്രോമെഗാലി. ഈ 3 കണ്ടീഷനാണ് ഗ്രോത്ത് ഹോർമോണിന്റെ പ്രോബ്ലം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്. സോ ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻ പ്രൊമോട്ട് സെൽ ഡിവിഷൻ, ഇലോങ്ങേഷൻ ഓഫ് ബോൺ, ഹീലിംഗ് ഓഫ് വൂണ്ട് ഒക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ. സോ ഇനി സ്ലീപ്പ്. സോ നമ്മൾ കുട്ടികൾക്ക് രാത്രിയാണ്, അല്ലെങ്കിൽ രാത്രിയല്ല, സ്ലീപ്പിന്റെ സമയത്ത്. സ്ലീപ്പ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു എ ഗ്രോയിങ് ചൈൽഡ് ബിക്കോസ് ഗ്രോത്ത് ഹോർമോൺ വിൽ ബി പ്രൊഡ്യൂസിങ് ഡ്യൂറിങ് സ്ലീപ്പ് ആൻഡ് ഇറ്റ് റിലീസസ് സ്റ്റിമുലേറ്റഡ് ബൈ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. സോ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ആണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിന്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സൊമാറ്റോസ്റ്റാറ്റിൻ ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. So secretion of growth hormone is greater at the night during sleep and also stimulated by hypoglycemia, exercise and anxiety. So നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ നൈറ്റിൽ തന്നെ സ്ലീപ്പ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബോഡിയിൽ ഹൈപ്പോഗ്ലൈസീമിയ. എന്താണ് ഹൈപ്പോ എന്ന് വെച്ചാൽ എന്താ? ബിലോ നോർമൽ. ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഈമിയ എന്ന് വെച്ചാൽ ബ്ലഡില്. സോ നമ്മുടെ ബോഡിയില് ഷുഗറിന്റെ ലെവല് കുറഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ എക്സസൈസും ആങ്സൈറ്റിയും. ആൻഡ് ഗ്രോത്ത് ഹോർമോൺ amount is secreted peak in the adolescent period, then it declines with the age.
സോ ഏതൊക്കെ ഫാക്ടേഴ്സ് ആ ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഇൻഹിബിറ്റ് ചെയ്യുന്നതും? സോ ഡിക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്, ഡിക്രീസ് ബ്ലഡ് ഫ്രീ ഫാറ്റി ആസിഡ്, starvation or fasting or protein deficiency, trauma, stress, excitement, exercise, testosterone, estrogen, sleep എല്ലാം ഗ്രോത്ത് ഹോർമോണെ സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ബ്ലഡ് ഗ്ലൂക്കോസ്, ഇൻക്രീസ് ബ്ലഡ് ഫ്രീ ഫാറ്റി ആസിഡ്, ഏജ്, ഒബിസിറ്റി, growth hormone inhibitory hormone. Then if we are taking growth hormone from outside exogenous source and somatomedin, insulin like growth factor. ഇത്രയാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിന്റെ ഫങ്ഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ കണ്ടീഷൻ റിലേറ്റഡ് ടു ഗ്രോത്ത് ഹോർമോൺ. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഡ്വാർഫിസം. സോ എന്താണ് dwarfism? So dwarfism results from the generalized deficiency of anterior pituitary secretion. So generalized മൊത്തത്തിലുള്ള അതിന്റെ പേരാണ് pan hypopituitarism during childhood. So എന്താണ് dwarfism? Dwarfism എന്ന് വെച്ചാൽ result from a generalized deficiency of anterior pituitary secretion. Anterior pituitaryയിലുള്ള generalized deficiency ആണ് dwarfism ഉണ്ടാക്കുന്നത്. അതും ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. സോ ഗ്രോത്ത് ഹോർമോൺ ഡിക്രീസ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. സോ ഒരു കുട്ടി ചൈൽഡ്ഹുഡിൽ ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ആ കുട്ടി ഡ്വാർഫായി മാറാം. അതിനൊരു കാരണം പറയുന്നത് ട്യൂമർ കോസിങ് ഹൈപ്പോപിറ്റ്യൂട്ടറിസം. പിറ്റ്യൂട്ടറിയുടെ സെക്രീഷനെ കുറയ്ക്കുന്ന ഏതെങ്കിലും ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ അതാണ് ഒരു കാരണം. അതാണ് ഡ്വാർഫിസം. Second, next is gigantism. എന്താണ് gigantism? So gigantism means ഇത് ഈ രണ്ട് ടേംസ് നിങ്ങൾ ശ്രദ്ധിക്കണം. So gigantism occurs before adolescence. So adolescent periodന് മുമ്പ് or before the epiphysis of long bone become fused with the shaft. സോ ആ പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. gigantism occurs before adolescent, before the fusion. എന്താണ് എപ്പിഫൈസിസ് എന്ന് പറയുമ്പോൾ ഗ്രോയിങ് അപ്പർ എൻഡ് ഓഫ് ബോണിനെയാണ് നമ്മൾ എപ്പിഫൈസിസ് എന്ന് പറയുന്നത്. അത് ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പാണ് ഗ്രോത്ത് ഹോർമോണിന്റെ ഇൻക്രീസ്. സോ gigantism occur before adolescent, before the epiphysis of long bone become fused with the shaft. എന്താണ് gigantism is the increased growth hormone production before adolescence or before epiphyseal closure. അപ്പോൾ ലോങ് ബോണ്ട് എന്റൊക്കെ ലെങ്തനായി ആ പേഴ്സൺ ഒരു ജൈജാൻഡായി മാറും, ഒരു ഭീമാകാരനായി മാറും. സോ നെക്സ്റ്റ് ഈസ് acromegaly. സോ acromegaly occur after adolescent അല്ലെങ്കിൽ അഡൾട്ട് ലൈഫിൽ. സോ ഗ്രോത്ത് ഹോർമോണിന്റെ ഇൻക്രീസ് അഡൾട്ട് ലൈഫിലാണ് കൂടുന്നതെങ്കിൽ, നമ്മുടെ ഫ്യൂഷൻ ഒക്കെ കഴിഞ്ഞ ഒരു 23 years ഒക്കെ ശേഷം ബോൺ എല്ലാം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഗ്രോത്ത് ഹോർമോൺ കൂടുന്നെങ്കിൽ ആ കണ്ടീഷന്റെ പേരാണ് acromegaly. And that is after the epiphysis of the long bone has fused with the shaft. And the person cannot grow taller, but the bone can become thicker and soft tissue continues to grow. A condition is acromegaly. So acromegaly means excessive growth of hand, face and acromegaly. So this condition is, so avarku bone fuse ചെയ്ത് കഴിഞ്ഞ് ഇനി ബോണിന്റെ ലെങ്ത് കൂടില്ല, പക്ഷെ ബോണിന്റെ തിക്നെസ്സും സോഫ്റ്റ് ടിഷ്യൂ എല്ലാം എൻലാർജ് ആവും. ആ കണ്ടീഷനാണ് acromegaly. സോ ഇത്രയാണ് ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ച്. സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ചൈൽഡ്ഹുഡിൽ നമുക്ക് ഡ്വാർഫിസം വരാം. പക്ഷേ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ചൈൽഡ്ഹുഡിലാണെങ്കിൽ അത് ജൈജാൻറ്റിസം, അഡൾട്ട്ഹുഡിലാണെങ്കിൽ അത് acromegaly. സോ അത്രയാണ്
ഗ്രോത്ത് ഹോർമോൺ. ഇനി രണ്ടാമത്തെ ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. So this hormone is synthesized by the anterior pituitary and it release is stimulated by thyrotropic releasing hormone from the hypothalamus. So thyroid stimulating hormone അല്ലെങ്കിൽ TSH അത് anterior pituitary ഹോർമോൺ ആണ്. ഈ TSH നെ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസിലെ thyrotropic releasing hormone ആണ്. And TSH function is to stimulate the growth and activity of the thyroid gland. ഇനി അടുത്ത തൈറോയിഡിൻ്റെ ഒരു സ്ലൈഡ് ഷെയർ ചെയ്തിട്ട് തൈറോയിഡ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നോക്കാം. സോ അടുത്ത ഹോർമോൺ ആയിരുന്നു തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സോ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഗ്രോത്തും അതിന്റെ ഹോർമോണായ T3 T4 സെക്രീഷനെയും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഹോർമോൺ ആണ് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ. സോ അല്ലെങ്കിൽ ACTH and corticotropin. So corticotropin releasing hormone from the hypothalamus promote the synthesis of adrenocorticotropic hormone by the anterior pituitary, and this increases the concentration of cholesterol and steroid within the adrenal cortex and output of the steroid hormone, especially corticosteroid. So adrenal gland in promote ചെയ്യുന്ന hormone ആണ് adrenocorticotropic hormone. The next hormone ആണ് prolactin. So ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിറ്റോക്സിനും പ്രൊലാക്റ്റിനും തമ്മിൽ മാറരുത്. So this hormone is secreted during pregnancy to prepare the breast for lactation. Lactation എന്ന് വെച്ചാൽ milk production after childbirth. And the blood level of prolactin is stimulated by prolactin releasing hormone released from the hypothalamus, and it is lowered by prolactin inhibiting hormone and increased level of prolactin. So immediately after birth, suckling stimulates the prolactin secretion and lactation. So prolactin milk produce ചെയ്യുന്ന അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയുള്ള PP പ്രൊഡക്ഷന് വേണ്ടിയ ഒരു ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ. ഇനി നമ്മൾ പഠിക്കും ഓക്സിറ്റോക്സിൻ. സോ അത് ഇജക്ട് ചെയ്യാൻ മിൽക്ക് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നത്. So prolactin is a hormone secreted during pregnancy to prepare the breast for lactation or milk production. ഇനി ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ വേറൊരു ഹോർമോൺ ആണ് ഗൊണാഡോട്രോപ്പിൻ or sex hormone. So at puberty the secretion increases and enabling the normal adult functioning of the reproductive organ. So ഈ ഗൊണാഡോട്രോപ്പിൻ നമ്മൾ പ്യൂബർട്ടിയിൽ ആക്ടിവേറ്റ് ആയി മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷനെ എനേബിൾ ചെയ്യിപ്പിക്കും. സോ ഇത്രയാണ് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺ. സോ ഇവിടെ കാണിക്കുന്നുണ്ട് ഗൊണാഡോട്രോപ്പിൻ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിങ് ഹോർമോൺ. സോ അത് ഫീമെയിലില് ഓവറിയുടെയും യൂട്രസിൻ്റെയൊക്കെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. മെയിൽസില് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷനും ടെസ്റ്റിക്കലിന്റെ ഫോർമേഷനും ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയാണ് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ. സോ അതിൽ ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റെഗുലേറ്റ് ദ മെറ്റബോളിസം ആൻഡ് പ്രൊമോട്ട് ദ ടിഷ്യൂ ഗ്രോത്ത്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ
stimulate the growth and the activity of thyroid gland and secretion of thyroid hormone like T3 and T4. ഇനി അഡ്രിനോ കോർട്ടിക്കോട്രോപ്പി ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അഡ്രിനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ടു സെക്രീറ്റ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്. ഇനി ഗൊണാഡോട്രോപ്പിൻ അല്ലെങ്കിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേം ഇൻ ടെസ്റ്റിസ് ആൻഡ് ഈസ്ട്രജൻ ബൈ ദ ovary for the maturation of ovarian follicle for ovulation. Ni luteinizing hormone stimulate the secretion of testosterone by testosterone, stimulate the secretion of progesterone by corpus luteum. ഇത്രയാണ് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ. സോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് ഓക്സിടോക്സിനും വാസോപ്രസിനും അല്ലെങ്കിൽ ഓക്സിടോക്സിനും ആന്റി ഡയോററ്റിക് ഹോർമോൺ. സോ ദീസ് ആർ ഹോർമോൺ സിന്തസൈസ്ഡ് ബൈ ദ പിറ്റ്യൂസൈറ്റ് അല്ലെങ്കിൽ ഗ്ലയൽ സെൽ. നമ്മുടെ ബ്രെയിനിലുള്ള സപ്പോർട്ടിംഗ് സെല്ലാണ് ഗ്ലയൽ സെൽ. സോ ഹൈപ്പോതലാമസിലുള്ള സപ്പോർട്ടിംഗ് സെല്ലായ പിറ്റ്യൂസൈറ്റ് ആണ് ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ആക്സോൺ എൻഡിങ്, axon terminal within the posterior pituitary gland, and they are released from the synaptic vesicle by exocytosis is stimulated by the nerve impulse from the hypothalamus. So posterior pituitary hormone synthesize ചെയ്യുന്നത് ഹൈപ്പോതലാമസിലുള്ള ഗ്ലയൽ സെല്ലായ പിറ്റ്യൂസൈറ്റ് ആണ്. അത് സ്റ്റോർ ചെയ്യുന്നതാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ. സോ പ്രൊലാക്റ്റിൻ നമ്മൾ പറഞ്ഞ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ. സോ ഇവിടുത്തെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് ഓക്സിടോക്സിൻ. അത് മിൽക്ക് ഇജക്റ്റ് അല്ലെങ്കിൽ പുറത്തോട്ട് വരാൻ, കുട്ടി സക്ക് ചെയ്യുമ്പോൾ അത് പുറത്തോട്ട് വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മിൽക്ക് ഇജക്ഷൻ പുള്ളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്സിടോക്സിൻ. മിൽക്ക് പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രൊലാക്റ്റിൻ. അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിൽ യൂട്രൈൻ കൺട്രാക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഓക്സിടോക്സിൻ സ്റ്റിമുലേറ്റ് ടു ടാർഗറ്റ് ടിഷ്യൂ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. സോ ചൈൽഡ് ബർത്തിന്റെ പേരാണ് പാർച്ചുറേഷൻ. സോ യൂട്രൈൻ ഹോർമോൺ യൂട്രൈൻ മസിലിനെയൊക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. സോ ഓക്സിടോക്സിൻ സ്റ്റിമുലേറ്റ് ടു ടാർഗറ്റ് ടിഷ്യൂ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദ ചൈൽഡ് ബർത്ത് ആൻഡ് യൂട്രൈൻ സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ആൻഡ് ദ മസിൽ സെൽസ് ഓഫ് ദ ലാക്ടേറ്റിംഗ് ബ്രസ്റ്റ്. അതാണ് നമ്മുടെ ഓക്സിടോക്സിന്റെ ഫങ്ഷൻ. ഇനി വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റി ഡയോററ്റിക് ഹോർമോൺ. ഇനി ആന്റി ഡയോററ്റിക് ഹോർമോൺ, സോ ഡയൂറസിസ് എന്ന് വെച്ചാൽ യൂറിൻ പാസ് ചെയ്യുന്നത്. ആന്റി മീൻസ് എഗൻസ്റ്റ് ദ പാസേജ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഇഫ് ADH is stimulated insufficient, the kidney makes lot of urine. ആ ADHന്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള കണ്ടീഷനാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. So ADH increases. So what is the function? The most important renal action of ADH is to increase the water permeability of the distal convoluted tubule, collecting duct and epithelium, and this effect help the body to conserve the water in circumstances such as dehydration. ഇനി ADH കുറവാണെങ്കിൽ the permeability of the tubules and collecting duct water is low, causing the kidney to excrete large amount of urine. So ADH കുറവാണെങ്കിൽ കിഡ്നിയിലൂടെ ലാർജ് എമൗണ്ട് ഓഫ് യൂറിൻ പോകും. ആ കണ്ടീഷന്റെ പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. So that is about the anterior and posterior pituitary hormone. So diabetes insipidus ഏത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ആണോ അതോ ഹൈപ്പർ സെക്രീഷൻ ആണോ? ഈ ഹോർമോൺ ഏതാ, കണ്ടീഷൻ എന്താ? വാസോപ്രസിൻ അല്ലെങ്കിൽ ADH അതിന്റെ ഡെഫിഷ്യൻസി ആണോ ഹൈപ്പർ ആയിട്ട് കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നതാണോ? ഹൈപ്പോ സെക്രീഷൻ ആണോ ഹൈപ്പർ സെക്രീഷൻ ആണോ? ഹൈപ്പോ എന്ന് വെച്ചാൽ കുറവ്, ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഇൻക്രീസ്. Hypo. Good. So hyposecretion of the
ADH will produce diabetes insipidus. So ഇത്രയാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് വേറൊരു പേരാണ് ഹൈപ്പോഫൈസിസ്. ആന്റീരിയർ പിറ്റ്യൂട്ടറിക്ക് എന്താ നമ്മൾ പറയുന്നത്? Adenohypophysis. And posterior pituitary is called as neurohypophysis. So ഇവിടെ നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ പ്രൊലാക്റ്റിൻ കൺട്രോൾ ചെയ്യുന്നത് ബ്രസ്റ്റിനെ, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ TSH കൺട്രോൾ ചെയ്യുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ കൺട്രോൾ ചെയ്യുന്ന അഡ്രിനൽ കോർട്ടെക്സിനെ, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഗ്രോത്ത് ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നത് ബോഡിയിലെ എല്ലാ സെല്ലിനും, എസ്പെഷ്യലി ബോൺ, ലിവർ, മസിൽ. പിന്നെ LH ഗൊണാഡോട്രോപ്പിൻ, LHഉം FSHഉം അത് നമ്മുടെ ഗൊണാഡ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗൊണാഡിനെ കൺട്രോൾ ചെയ്യും. ഇത്രയാണ് പിറ്റ്യൂട്ടറി ഹോർമോൺ. നെക്സ്റ്റ് ഈസ് തൈറോയിഡ് ഹോർമോൺ. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് T3, T4. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഏത് ഗ്ലാൻഡാണ് സെക്രീറ്റ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറിയിലെ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഗുഡ്. സോ തൈറോയിഡ് ഗ്ലാൻഡ്. സോ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോയിഡ് T3 ആൻഡ് T4. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡിലെ വേറൊരു ഹോർമോണാണ് കാൽസിറ്റോണിൻ. സോ ഈ രണ്ട്. സോ തൈറോയിഡ് ഗ്ലാൻഡിൽ ഫോളിക്കുലാർ സെല്ലും ഉണ്ട്, പാരാഫോളിക്കുലാർ സെല്ലും ഉണ്ട്. സോ ഈ ഫോളിക്കുലാർ സെല്ലാണ് നമുക്ക് തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാരാഫോളിക്കുലാർ സെല്ലാണ് കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ തൈറോയിഡ് ഹോർമോൺ. സോ തൈറോയിഡ് സെക്രീറ്റ് ടു മേജർ ഹോർമോൺ. അതാണ് തൈറോക്സിൻ ആൻഡ് ട്രൈഐഡോ തൈറോണിൻ. തൈറോക്സിൻ എന്ന് പറയുന്നത് T4 അല്ലെങ്കിൽ ടെട്രാ ഐഡോ തൈറോണിൻ ആൻഡ് T3. 3 എന്ന് പറയുമ്പോൾ ട്രൈഐഡോ തൈറോണിൻ. So both of these hormone increase the metabolic rate of our body, and complete lack of thyroid secretion usually causes basal metabolic rate BMR to fall to 40 to 50% below the normal. ഇനി തൈറോയ്ഡ് സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണായ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന TSH ആണ്. ഇനി തൈറോയിഡ് ഗ്ലാൻഡ് ഒരു ഹോർമോണും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് കാൽസിറ്റോണിൻ. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യം മെറ്റബോളിസം ആണ്. സോ ഒരു തൈറോയിഡ് ഗ്ലാൻഡിന്റെ 3 ഹോർമോണാണ് T3 and T4 and calcitonin. T3 means triiodothyronin and T4 means tetraiodothyronin or thyroxine. So simply അതിനെ നമുക്ക് thyroxine എന്ന് പറയാം. സോ ഇവിടെ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന TRH തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയെ പ്രൊമോട്ട് ചെയ്യും. ആന്റീരിയർ പിറ്റ്യൂട്ടറി TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ പ്രൊമോട്ട് ചെയ്യും. അത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ ആക്ട് ചെയ്ത് നമുക്ക് 2 ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും, T3 ആൻഡ് T4. സോ എന്താണ് മെയിൻ ഫങ്ഷൻ? മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഹോർമോണിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറലൈസ്ഡ് ഫങ്ഷണൽ ആക്ടിവിറ്റി ത്രൂ ഔട്ട് ദ ബോഡിയെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ BMR അല്ലെങ്കിൽ മെറ്റബോളിസം കൂട്ടുക. ഇനി തൈറോയ്ഡ് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി. സോ കുട്ടികൾക്ക് തൈറോയ്ഡ് ഹോർമോൺ കൺജനൈറ്റൽ ആയിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ തൈറോയ്ഡ് ഹോർമോൺ കുറവുണ്ടെങ്കിൽ ആ കണ്ടീഷന്റെ പേരാണ് ക്രെറ്റിനിസം. തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ക്രെറ്റിനിസത്തിന്റെ സ്ലൈഡ് കാണിക്കും. So thyroid hormone
പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാക്ക് ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ഇൻ ഇൻഫന്റ്, അതാണ് ക്രെറ്റിനിസം. സോ ആ കുട്ടികൾ ഡാർഫും ആയിരിക്കും. നമ്മൾ ആദ്യം ഗ്രോത്ത് ഹോർമോണിൽ കണ്ടായിരുന്നു. ഗ്രോത്ത് ഹോർമോണിൽ കണ്ടപ്പോഴും ഗ്രോത്ത് ഹോർമോൺ റിഡക്ഷൻ ഉണ്ടെങ്കിൽ ഡ്വാർഫിസം ഉണ്ടാവും. തൈറോയ്ഡ് ഹോർമോൺ റെഡ്യൂസ് ചെയ്താലും ഡ്വാർഫിസം ഉണ്ടാവും. ആ ഡ്വാർഫിസത്തിന് നമ്മൾ പറയുന്നതാണ് ക്രെറ്റിനിസം. സോ ആ കുട്ടികളെ എന്തുകൊണ്ടാണ് ക്രെറ്റിൻ എന്ന് പറഞ്ഞാൽ അവർ മെന്റലി റിട്ടാർഡഡ് ആയിരിക്കും, മെന്റലി അവർക്ക് വളർച്ച കുറവായിരിക്കും. പക്ഷെ ഗ്രോത്ത് ഹോർമോണിന്റെ റിഡക്ഷൻ ആ ഹൈറ്റിൽ മാത്രമേ വരുത്തുള്ളൂ. പക്ഷെ അവരുടെ ബുദ്ധിക്കോ മെന്റൽ സ്റ്റാറ്റസിനോ കുഴപ്പമില്ല. പക്ഷെ തൈറോയ്ഡ് ഹോർമോൺ റെഡ്യൂസ് ആയ ആ കുട്ടികളുടെ മെന്റൽ എബിലിറ്റിയും കുറവായിരിക്കും. അതുകൊണ്ടാണ് അതിന് ക്രെറ്റിൻ എന്ന് പറയുന്നത്, ക്രെറ്റിനിസം. സോ തൈറോയ്ഡ് ഹോർമോൺ റെഡ്യൂസ് ആയ കണ്ടീഷന്റെ പേരാണ് ക്രെറ്റിനിസം. So function of thyroid hormone act nearly every cell and it increase the BMR, basal metabolic rate, and affect the protein synthesis, help the regulate the bony growth. Then thyroid hormone is needed for our proper development and differentiation of all cells of the human body. So main function is metabolism. So it regulates the protein, fat and carbohydrate metabolism. അതാണ് തൈറോയിഡ് ഹോർമോൺ. ഇനി തൈറോയിഡ് ഗ്ലാൻഡിന്റെ സിമ്പിൾ എൻലാർജ്മെന്റ്, തൈറോയിഡ് ഗ്ലാൻഡ് അയഡിനൊക്കെ കുറഞ്ഞിട്ട് എൻലാർജ് ചെയ്തിരിക്കുന്നത് നമുക്ക് പുറമേ കഴുത്തിൽ കാണാൻ പറ്റും. ആ കണ്ടീഷനാണ് ഗോയിറ്റർ. പിന്നെ സോ നമ്മൾ പറഞ്ഞു ഇനി തൈറോയിഡ് ഹോർമോൺ ചൈൽഡ്ഹുഡിൽ കുറഞ്ഞ ആ കണ്ടീഷന് പേരാണ് ക്രെറ്റിനിസം. ഇനി തൈറോയ്ഡ് ഹോർമോൺ അഡൽട്ട്ഹുഡിൽ കുറഞ്ഞ അതിന്റെ പേരാണ് മിക്സഡിമ. സോ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞ 2 കണ്ടീഷൻ ഉണ്ട്, ക്രെറ്റിനിസം ആൻഡ് മിക്സഡിമ. ഇനി തൈറോയ്ഡ് ഹോർമോൺ കൂടി അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം. സോ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞ കണ്ടീഷന്റെ പേര് ഹൈപ്പോ തൈറോയിഡിസം. തൈറോയ്ഡ് ഹോർമോൺ കൂടിയാൽ അതിന്റെ പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. സോ അങ്ങനെയുള്ള പേഷ്യന്റ് ആ ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷന്റെ പേരാണ് ഗ്രേവ്സ് ഡിസീസ്. സോ ഹൈപ്പർ തൈറോയിഡിസത്തിൽ എന്തൊക്കെയുണ്ട്? അവർക്ക് ഹൈപ്പർ എന്ന് വെച്ചാൽ ഇൻക്രീസ് തൈറോയിഡ് ഹോർമോൺ. സോ ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഹൈപ്പറും വരാം ഹൈപ്പോയും വരാം. പക്ഷെ അത് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തേക്കുന്ന കണ്ടീഷന്റെ പേര് മാത്രമാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പർ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഏതൊക്കെയാ? തൈറോയ്ഡ് ഹോർമോൺ, T3, T4 ആൻഡ് കാൽസിറ്റോണിൻ. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോളിക്കുലാർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന T3 ആൻഡ് T4 ആണ് ഇവിടെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ കൂടി നിൽക്കുന്നത്. ഇനി ഹൈപ്പോ തൈറോയിഡിസത്തിൽ അത് കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ TSH പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന TSH ആയിരിക്കും ഹൈപ്പോയിൽ കൂടി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അത് കൂടി നിൽക്കുന്നതെന്ന് വെച്ചാൽ T3 T4 കുറവാ. അപ്പൊ അതൊരു ഫീഡ്ബാക്ക് മെക്കാനിസം. ഇത് കുറവാണെങ്കിൽ, തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണെങ്കിൽ തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പിറ്റ്യൂട്ടറി കൂട്ടും TSHനെ. അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസത്തിൽ TSH കൂടുന്നതും ഹൈപ്പറിൽ T3 T4 കൂടി നിൽക്കുന്നത്. നമ്മൾ തൈറോയിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ചാണ് നമ്മളതിന് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്ന് പറയുന്നത്, അല്ലാതെ ബോഡി കണ്ടീഷൻ. ഇനി നമ്മുടെ ശരീരത്തിൽ തൈറോയിഡ് കൂടിയ എന്തൊക്കെ കണ്ടീഷനാണ്? ഫസ്റ്റ് വൺ ഈസ് അവർക്ക് ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻടോളറൻസ് ടു ഹീറ്റ്. ഇനി അവർ നല്ല സ്വെറ്റ് ചെയ്യും, അവർക്ക് ട്രമേഴ്സ്, കയ്യിലെല്ലാം ചെറിയ വിറയലുണ്ടാകും. പിന്നെ ബോഡി വെയിറ്റ് ലോസ് ചെയ്യും, മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും, മെൻസ്ട്രൽ ചേഞ്ചസ്, ആബ്സെൻസ് ഓഫ് മെൻസസ് ഉണ്ടാവും, ഡയേറിയ. ഇനി ബൾജിങ് ഓഫ് ദ ഐസ് and tachycardia. What do you mean by tachycardia? Increased heart rate above 100. അതിനെ നമ്മൾ ടാക്കിക്കാർഡിയ. ഇത്രയും കണ്ടീഷനാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടിയ. തൈറോയ്ഡ് ഹോർമോൺ കൂടിയാൽ നമ്മുടെ BMR കൂടും. അപ്പൊ നമ്മൾ സ്വെറ്റ് ചെയ്യും, മസിൽ നമ്മൾ കഴിക്കുന്നതൊക്കെ പെട്ടെന്ന് ദഹിച്ചു പോകും, മസിൽ
വേസ്റ്റിങ്ങും വെയിറ്റ് ലോസും ഒക്കെ ഉണ്ടാകും. ടാക്കിക്കാർഡിയ, ഇൻടോളറൻസ് ടു ഹീറ്റ്, പിന്നെ ഹെയർ ഒക്കെ സ്ട്രെയിറ്റ് ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണ് ഹൈപ്പോതൈറോയിഡിസം. സോ ഹൈപ്പോതൈറോയിഡിസത്തിൽ തൈറോയിഡിന്റെ ആക്ടിവിറ്റി കുറയും. തൈറോയിഡിന്റെ ആക്ടിവിറ്റി കുറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പക്ഷേ TSH, പിറ്റ്യൂട്ടറി എന്നുള്ള TSH നമ്മുടെ ബ്ലഡിൽ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് അത് കൂടുന്നതെന്ന് വെച്ചാൽ അത് പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് തൈറോയിഡ് ഹോർമോണിനെ T3 T4 റിലീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് T3 T4 നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ TSH കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ നോക്കും. പക്ഷേ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ തൈറോയിഡിൽ പെത്തോളജി ഉണ്ട്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ബ്ലഡിൽ TSH കൂടുതലായിരിക്കും. സോ ഇവിടെ ഇൻടോളറൻസ് ടു കോൾഡ്, ഇവർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. ഇനി എന്തായിരിക്കും? ഹെയർ ലോസ് ഉണ്ടാവും, ഡ്രൈനെസ് ഓഫ് സ്കിൻ ആയിരിക്കും, പിന്നെ മസിൽ വീക്ക്നെസ്, കോൺസ്റ്റിപ്പേഷൻ. അവിടെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഡയേറിയ, ഇവിടെ കോൺസ്റ്റിപ്പേഷൻ. പിന്നെ ഇവര് ഇതായിരിക്കും, മറ്റടുത്ത് മസിൽ വേസ്റ്റിങ്ങും വെയിറ്റ് ലോസും ആയിരിക്കും. ഇവിടെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. എഡിമ, കണ്ണിലെ ഐലിഡിലൊക്കെ എഡിമ ഉണ്ടാവും. പക്ഷെ പിന്നെ വേറൊന്നാണ് ലെത്താർജി. ഇവർക്ക് ഭയങ്കര ടയേർഡ്നെസ് ആയിരിക്കും, ഡ്രൈ സ്കിൻ ആയിരിക്കും, ലെത്താർജി. അവിടെ സ്വെറ്റിങ്, ഇവിടെ ഡ്രൈനെസ്. സോ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് ഹൈപ്പോ തൈറോയിഡിസം. ഇനി പാരാഫോളിക്കുലർ സെല്ലിലെ കാൽസിറ്റോണിൻ. സോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പാരാഫോളിക്കിൾ. സോ ഫോളിക്കുലർ സെല്ലാണ് തൈറോയിഡിന്റെ സെല്ല്. അതിന് ചുറ്റും കാണുന്ന സെല്ലിനെയാണ് നമ്മൾ പാരാഫോളിക്കുലർ സെൽ എന്ന് പറയുന്നത്. ആ ഫോളിക്കിളിനെ സറൗണ്ട് ചെയ്തുള്ള തൈറോയിഡ് സെൽ. സോ അതാണ് നമ്മുടെ കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രൊമോട്ട് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺ ആൻഡ് ഇൻഹിബിറ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ബൈ റീനൽ ട്യൂബ്യൂൾ. സോ നമ്മുടെ ബോഡിയിലെ കാൽഷ്യത്തിനെ ബോണിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ, ബോണിന്റെ തിക്നെസ് അല്ലെങ്കിൽ ബോണിൽ കാൽഷ്യം സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തൈറോയ്ഡ് ഹോർമോണാണ് കാൽസിറ്റോണിൻ. സോ കാൽഷ്യം ഈ തൈറോയ്ഡ് ഗ്ലാൻഡൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ അവർക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി വരാനും അല്ലെങ്കിൽ അവരുടെ ബോണൊക്കെ വീക്ക് ആവാനും ഒരു കാരണം അവർ കാൽഷ്യം സപ്ലിമെന്റ് എടുത്തില്ലെങ്കിൽ ഈ കാൽസിറ്റോണിൻ അവിടെ ഉണ്ടാവില്ല. സോ ഇറ്റ് പ്രൊമോട്ട് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ദ ബോൺ. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ബാക്കിൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പോർഷനിലുള്ള 4 ചെറിയ ഗ്ലാൻഡിനെയാണ് നമ്മൾ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ ഈ തൈറോയ്ഡ് ഗ്ലാൻഡിലെ കാൽസിറ്റോണിലും പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പാരത് ഹോർമോണും ചേർന്നാണ് നമ്മുടെ കാൽഷ്യം ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇവിടെ കാൽസിറ്റോണിൻ കാൽഷ്യം ബോണിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. പാരാതൈറോയ്ഡ് ഹോർമോൺ ബോണിൽ നിന്ന് എടുത്ത് തിരിച്ചു ബ്ലഡിന് കൊടുക്കും. അതാണ് അങ്ങനെ അവർ രണ്ടുമാണ് നമ്മുടെ കാൽഷ്യം ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ദർ ആർ 4 parathyroid gland in each lobe, and the primary role of parathyroid is to help and control the amount of calcium in the blood. ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ട്. Its effect is opposite to the parathyroid. So calcitonin increase the calcium deposition in bone and decrease in blood, and parathyroid hormone will increase the amount of calcium in the blood by taking it from the bone. ഇതാണ് അതിന്റെ ഫങ്ഷൻ. So parath hormone and calcitonin from the thyroid gland act as a complementary manner to maintain the blood calcium level. So blood calcium level നമ്മുടെ ബോഡിയിൽ മസിൽ കൺട്രാക്ഷനും ബ്ലഡ് ക്ലോട്ടിനും നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷനും ഒക്കെ അത്യാവശ്യമാണ്.
സോ ഏതൊക്കെ 2 ഹോർമോണാണ് നമ്മുടെ ബോഡിയിൽ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? കാൽസിറ്റോണിനും പാരത്തോർമോൺ. കാൽസിറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടുന്നാ? Calcitonin produced from where? Thyroid gland. Thyroid gland. And parathormone? Parathyroid. Parathyroid gland. Calcitonin, what is the function? Calcium level increasing. Calcium level, calcitonin, കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യല്ല, കാൽഷ്യത്തെ നമ്മുടെ ബ്ലഡിൽ നിന്ന് ബോണിൽ കൊണ്ടുപോയി ബോണിലെ കാൽഷ്യം കൂട്ടും. അപ്പം നമ്മുടെ കാൽഷ്യത്തെ അബ്സോർബ് ചെയ്ത് ബോണിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ പക്ഷെ ബ്ലഡിലെ കാൽഷ്യത്തിന് അളവ് കുറവായിരിക്കും. പാരത്തോർമോൺ ആണ് ആ ബോണിൽ നിന്നുള്ള കാൽഷ്യത്തെ എടുത്ത് തിരിച്ച് ബ്ലഡിൽ കൊണ്ടുവരുന്നത്. അപ്പൊ പാരത്തോർമോൺ കൂടിയാലാണ് ബ്ലഡിൽ കാൽഷ്യം കൂടുന്നത്. പക്ഷെ പാരത്തോർമോൺ നമ്മുടെ ബോണിനെ റിസോർബ് ചെയ്ത് അല്ലെങ്കിൽ ഓസ്റ്റിയോക്ലാസ്റ്റിന്റെ ആക്ടിവിറ്റി കൂട്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. സോ ഒന്നും കൂടെ കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ Calcium level acting on bones. Calcium will be deposited in the bone. Parathormone increase the calcium in the blood by taking from the bone. So what is cretinism? What do you mean by cretinism? Lack of thyroid hormone. Lack of thyroid hormone in Children. Congenital. Congenital. എങ്ങനായിരിക്കും? ഇൻ ചൈൽഡ്ഹുഡ്. അല്ലെങ്കിൽ അതിന്റെ പേരാണ് ഹൈപ്പോതൈറോയിഡിസം ഇൻ ചൈൽഡ്ഹുഡ്. ഇതും നമ്മുടെ ഡ്വാർഫിസോ ആയിട്ട് എങ്ങനെയാ വ്യത്യാസം? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രെറ്റിനിസം ആൻഡ് ഡ്വാർഫിസം? ഡ്വാർഫിസം ക്രെറ്റിനിസത്തില് ക്രെറ്റിനിസം എന്തുകൊണ്ടാ? ഹൈപ്പോതൈറോയിഡിസം കൊണ്ട്, തൈറോയിഡിന്റെ കുറവ് കൊണ്ട് കുട്ടിയുടെ ഹൈറ്റും ഒക്കെ കുറഞ്ഞു. ഇനി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ മെന്റലി റിട്ടാർഡഡും ആയിരിക്കും. സോ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് സിംറ്റംസ്, പേഷ്യന്റ് ഇസ് ഡ്വാർഫ് വിത്ത് സിവിയർ മെന്റൽ ഡിഫക്റ്റ്. പക്ഷെ ഒരു ഡാർഫിസം ഗ്രോത്ത് ഹോർമോൺ കുറവായതുകൊണ്ട് അവർക്ക് ഹൈറ്റ് കുറയത്തേ ഉള്ളൂ, പക്ഷെ മെന്റലി റിട്ടാർഡഡ് ആവില്ല. ഇവിടെ ക്രെറ്റിനിസം ആണെങ്കിൽ the patient is dwarf with severe mental defect, skin is dry, coarse dry skin ആയിരിക്കും, deficient in hair and teeth, retarded skeletal growth and reduced BMR. അതാണ് ക്രെറ്റിനിസം. സോ ഹൈപ്പോതൈറോയിഡിസം ഇൻ ചൈൽഡ്ഹുഡ്. ഇനി മിക്സഡിമ എന്ന് പറയുമ്പോൾ caused by diminished production of thyroid hormone in the adulthoodലാണ് മിക്സഡിമ. പ്രായമായി വരുമ്പോൾ ഉള്ള തൈറോയ്ഡ് ഹോർമോണിന്റെ റിഡക്ഷൻ. ഇനി എന്താണ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ്? എന്തെങ്കിലും ഐറ്റിസ്, ഒരു വേർഡിന്റെ ബാക്കിൽ ഐറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ. സോ ഇറ്റ് ഈസ് എൻ ഇൻഫ്ലമേഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇനി അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഇവിടെ നമുക്ക് തൈറോയിഡിന്റെ ഒരു ആന്റിബോഡി ഉണ്ട്, TPO ആന്റിബോഡി. സോ അത് അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് ഹാഷിമോട്ടോ തൈറോയിഡിസം. സോ ഇവിടെ എന്ത് പറ്റും? ആന്റിബോഡി അറ്റാക്ക് ദ തൈറോയിഡ് ഗ്ലാൻഡ്. സിംറ്റം ഗോയിറ്റർ, ഫറ്റീഗ്, മസിൽ വീക്ക്നെസ്. സോ ഗോയിറ്റർ ഒരു ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് കൊണ്ടും ആകാം. ഗോയിറ്റർ എന്ന് വെച്ചാൽ എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ്, എന്ത് കാരണം കൊണ്ടും എൻലാർജ്. അപ്പൊ അയഡിന്റെ കുറവ് കൊണ്ട് എൻലാർജ് ചെയ്യുന്നതാണ് നമ്മൾ നോർമൽ ഗോയിറ്റർ എന്ന് പറയുന്നത്. enlarged thyroid from iodine deficiency. ഇനി ഗ്രേവ്സ് ഡിസീസ്,
സോ നമ്മൾ ഈ എക്സോഫ്താൽമോസ് ഗോയിറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്. തൈറോയ്ഡ് ഹോർമോൺ കൂടിയാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് മാറും. അപ്പം കണ്ണ് നോർമലി നമ്മുടെ ഐസ് ഇത്ര പ്രൊജക്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഐലിഡ് അപ്പർ ഐലിഡിന്റെ താഴെയുള്ള വൈറ്റ് കോർണിയ നമുക്ക് കാണാൻ പറ്റില്ല, ക്ലിയർ നമുക്ക് കാണാൻ പറ്റില്ല. സോ അത് കാണുന്ന കണ്ടീഷനാണ് നമ്മൾ എക്സോഫ്താൽമസ് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്. സോ എന്താണ് ഗ്രേവ്സ് ഡിസീസ്? Graves' disease is an autoimmune disease where the thyroid is overactive, producing an excessive amount of thyroid hormone. And this is caused by autoantibody to thyroid stimulating hormone receptor that activate the thyroid stimulating hormone receptor, thereby stimulating thyroid hormone synthesis and secretion of thyroid growth. സോ ഗ്രേവ്സ് ഡിസീസ് എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി സെല്ലിനെ തന്നെ അറിയാതെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കില്ല് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ ഫങ്ഷന് ഹെൽപ്പ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ഡിസീസാണ് ഗ്രേവ്സ് ഡിസീസ്. ആൻഡ് ദിസ് ഈസ് കോസ്ഡ് ബൈ ഓട്ടോ ആൻറ്റിബോഡി ടു. സോ ഞാനൊരു ഫസ്റ്റ് സ്ലൈഡ് കാണിക്കാം. നമ്മുടെ ഓരോ ഹോർമോണും വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഒരു റിസപ്റ്റർ, നമ്മുടെ സെൽ മെമ്പറൈൻ, ഏത് ടാർഗറ്റ് ഓർഗൻ ആണ് അവിടെ ഒരു റിസീവിങ് സെല്ലുണ്ട്, ആ റിസപ്റ്ററിൽ പോയി അറ്റാച്ച് ചെയ്യും. സോ ഇവിടെ എന്ത് പറ്റും? ദിസ് ഈസ് കോസ്ഡ് ബൈ ഓട്ടോ ആൻറ്റിബോഡി ടു തൈറോയിഡ് റിസപ്റ്റർ ദാറ്റ് ആക്ടിവേറ്റ് ദ തൈറോയിഡ് റിസപ്റ്റർ, ദെർബൈ സ്റ്റിമുലേറ്റിംഗ്. സോ നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ റിസപ്റ്റർ വീണ്ടും ഹോർമോൺ അറ്റാച്ച് ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം തൈറോയിഡ് ഓവർ ഗ്രോത്ത് ആവും. സോ എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റം? സോ ഐ മേ ലുക്ക് enlarged because the eye muscles swell and push the eye forward, and weight loss in spite of increased appetite. അപ്പിറ്റൈറ്റ് കൂടുതലായിരിക്കും. ഹൈപ്പർ തൈറോയിഡിസത്തിൽ അപ്പിറ്റൈറ്റ് കൂടുതലും ബോഡി വെയിറ്റ് ലോസും ആയിരിക്കും. ഹൈപ്പോ തൈറോയിഡിസ് അപ്പിറ്റൈറ്റ് കുറവും, പക്ഷെ ഒബിസിറ്റി ഉണ്ടാകും, ഇൻക്രീസ്ഡ്. സോ ഇതാണ് നമ്മുടെ ഗ്രേവ്സ് ഡിസീസ് അല്ലെങ്കിൽ എക്സോഫ്താൽമോസ്. ഒഫ്താൽമോ മീൻസ് ഐ വിൽ ബി പ്രൊജക്റ്റഡ്. എക്സോഫ്താൽമസ് ഗോയിറ്റർ. സോ ഇത്രയാണ് തൈറോയിഡിന്റെ കണ്ടീഷൻ. സോ മിക്സഡിമ എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഹോർമോൺ റെഡ്യൂസ്ഡ് ഇൻ അഡൽട്ട്ഹുഡ്. സോ അവർ എക്സ്ട്രീംലി ലെഥാർജിക് ആൻഡ് മെന്റലി സ്ലഗ്ഗിഷ് ആയിരിക്കും. ഈ സ്കിന്നൊക്കെ ഡ്രൈ ആയിരിക്കും, ഫേസ് പഫി ആയിരിക്കും. സം കണ്ടീഷൻ സെക്സ് ഫങ്ഷൻസ് ആർ ഡിപ്രസ്ഡ്. ഇനി എന്തുകൊണ്ടാണ് അതിന് എഡിമ സ്വെല്ലിംഗ്? ദ കണ്ടീഷൻ ഇസ് കോൾഡ് മിക്സഡിമ ആസ് എ ഒരു ജെലാറ്റിൻ mixture of mucoprotein and extracellular fluid is deposited in the intracellular space, specifically dermal connective tissue, skin inde, giving the edematous appearance. So എന്തുകൊണ്ടാണ് അതിന് മിക്സഡിമ എന്ന് പറയുന്ന സ്കിന്നിൽ നമുക്ക് ഡെർമൽ ടിഷ്യൂവിൽ സബ്ഡെർമൽ ടിഷ്യൂവിൽ ഒരു ജെലാറ്റിനസ് മിക്സ്ചർ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ മിക്സഡിമ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ തൈറോയിഡ്. സോ ഹൈപ്പർ തൈറോയിഡിസം കോമൺലി കോൾഡ് ആസ് ഗ്രേവ്സ് ഡിസീസ്, ഹൈപ്പോതൈറോയിഡിസം ഇൻ ചൈൽഡ്ഹുഡ് ക്രിറ്റിനിസം. ഇനി അയഡിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മളതിന് എൻഡമിക് ഗോയിറ്റർ. ഇനി അഡൽട്ട് ഹൈപ്പോതൈറോയിഡിസം ആണ് മിക്സഡിമ. സോ അത്രയും ക്ലിയർ ആയോ? സോ ക്രിറ്റിനിസം എന്താ? ക്രിറ്റിനിസം തൈറോയ്ഡ് ഹോർമോൺ. ഹൈപ്പോയോ ഹൈപ്പറോ? ഹൈപ്പോ ഇൻ ആ വേർഡാണ് ഇമ്പോർട്ടന്റ്. തൈറോയ്ഡ് ഹോർമോൺ കൺജനൈറ്റൽ പീരീഡ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡില്. ഇനി വാട്ട് ഈസ് മിക്സഡിമ? ഹൈപ്പോതൈറോയിഡിസം ഇൻ അഡൽട്ട്. What is Graves' disease? Graves' disease.
അതിൽ ഗ്രേവ്സ് ഡിസീസിന് ഒരു ഇമ്പോർട്ടൻസ് എന്താ? എക്സോഫ്താൽമസ് ഗോയിറ്റർ. സോ ഹൈപ്പർ തൈറോയിഡിസം അത് അഡൽട്ട് ഒന്നും പറയുന്നില്ല, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ. സോ നമ്മളത് പറഞ്ഞ് എന്തുകൊണ്ട് അതാണ്ട് ഇവിടെ നമുക്ക് കാണാം. നമ്മൾ പറഞ്ഞായിരുന്നു ഹോർമോൺ പല ടൈപ്പ് ഉണ്ട്. സോ പോളിപെപ്റ്റൈഡ് ഹോർമോൺ, ലിപ്പിഡ് ഹോർമോൺ, പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ബേസ്ഡ് ഹോർമോണും ലിപ്പിഡ് ബേസ്ഡ് ഹോർമോൺ. സോ ഇവിടെ കണ്ടോ, എല്ലാ ഹോർമോണിനും റിസപ്റ്റർ ഉണ്ടാകും. സോ ഇവിടെ പ്രോട്ടീൻ ബേസ്ഡ് ഹോർമോൺ സെൽ മെമ്പറൈനിൽ സോളുബിൾ അല്ല, നോൺ ലിപ്പിഡ് സോളുബിൾ, ബൈൻഡ് ടു ദ റിസപ്റ്റർ ഓൺ ദ സർഫസ്. സോ അതുകൊണ്ട് സെല്ലിന്റെ സർഫസിലാണ് പ്രോട്ടീൻ ബേസ്ഡ് ഹോർമോൺ ഉള്ളത്. ഇനി ലിപ്പിഡ് ബേസ്ഡ് ഹോർമോൺ നമ്മുടെ സെല്ലിന്റെ സെൽ മെമ്പറിനിൽ ഈസിലി സോളുബിളാണ്. അതുകൊണ്ട് അതിന്റെ ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ റിസപ്റ്റർ സെല്ലിന് അകത്തായിരിക്കും, ടാർഗറ്റ് സെല്ലിന് അകത്തായിരിക്കും അതിന്റെ റിസപ്റ്റർ ഉള്ളത്. സോ ഗ്രേവ്സ് ഡിസീസിൽ എന്താ, ഇങ്ങനത്തെ റിസപ്റ്റർ ഈ കാണുന്നതൊക്കെ റിസപ്റ്റർ, അത് റിസപ്റ്റർ കൂടുതലായിരിക്കും. അപ്പൊ കൂടുതൽ ഹോർമോൺ അതിനകത്ത് വന്ന് അറ്റാച്ച് ചെയ്യും, വീണ്ടും നമ്മുടെ ബോഡിക്ക് ഹോർമോൺ വേണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മുടെ ബോഡിക്ക് അത് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഹൈപ്പർ തൈറോയിഡിസമായി മാറും. ഇനി എന്താണ് അക്രോമെഗാലി? അക്രോ മീൻസ് ഹാൻഡ് ആൻഡ് ഫുഡ്. മെഗ എന്ന് വെച്ചാൽ എന്താ? മെഗാ മീൻസ് enlarge. സോ അക്രോമെഗാലി ഏത് കണ്ടീഷനിലായിരുന്നു? Growth hormone. Growth hormone In adult. in adult. So that is called acromegaly. It is the gigantism, dwarfism. So dwarf childum cretin childum തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഡ്വാർഫ് ചൈൽഡ് ആണെങ്കിൽ അതിന് ലെങ്തിൽ മാത്രമേ കുറവുള്ളൂ. പക്ഷെ ഒരു ക്രെറ്റിൻ ആണെങ്കിൽ ഹൈറ്റും കുറവായിരിക്കും, മെന്റലി റിട്ടാർഡഡും ആയിരിക്കും. ഇത്രയാണ് നമ്മുടെ. ഇനി നേരത്തെ ഒരു ഇത് പറഞ്ഞില്ലായിരുന്നു. സോ കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ എന്താ? കാൽസിറ്റോണിൻ ആക്ട് ടു ഡിക്രീസ് ദ പ്ലാസ്മ കാൽഷ്യം ലെവൽ. പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡില്. അപ്പൊ എന്തുകൊണ്ട് കാൽസിറ്റോണിൻ പ്ലാസ്മയിലെ കാൽഷ്യം അല്ലെങ്കിൽ ബ്ലഡിലെ കാൽഷ്യം കുറയ്ക്കുന്നത്? നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം കുറയ്ക്കുക ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഏതൊക്കെ രണ്ട് ഹോർമോണാ ബ്ലഡിലെ കാൽഷ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബ്ലഡിലെ കാൽഷ്യം ഹോമിയോസ്റ്റാസിസ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഏതൊക്കെ രണ്ട് ഹോർമോണാ? മനസ്സിലായില്ല? കാൽസിറ്റോണിൻ ആൻഡ് പാരാതെർമോൺ. സോ കാൽസിറ്റോണിൻ എന്ന് പറയുമ്പോൾ കാൽസിറ്റോണിൻ ഈസ് പ്രൊഡ്യൂസ് ഫ്രം ദ follicular cell, parafollicular cell of the thyroid gland. ഒന്നും കൂടെ പറയാം. സോ തൈറോയിഡ് ഗ്ലാൻഡിൽ 3 ഹോർമോൺ ഉണ്ട്. T3 and T4 produced from the follicular cell, and parafollicular cell will produce calcitonin. So calcitonin, the hormone is secreted by parafollicular cell. Its function, എന്താണ് അതിന്റെ function? It promote the storage of calcium in bone. എങ്ങനെയാണ്? And if its effect is opposite to that of parathyroid hormone. സോ കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ നമ്മുടെ ബോണിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോണിൽ എത്രമാത്രം കാൽഷ്യം സ്റ്റോർ ചെയ്യാൻ പറ്റും അതിനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതെന്ത് ചെയ്യും?
നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള കാൽഷ്യത്തെ എടുത്ത് ബോണിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. സോ ഇറ്റ് പ്രൊമോട്ട് സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺസ് ആൻഡ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ കാൽഷ്യം ഇൻ ദ ബ്ലഡ്. സോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. Calcitonin act to decrease plasma calcium level. So എങ്ങനെയാണ് കാൽസിറ്റോണിൻ കാൽഷ്യത്തിന്റെ പ്ലാസ്മയിലുള്ള ലെവൽ ഡിക്രീസ് ചെയ്യുന്നത്? അത് ബ്ലഡിൽ നിന്ന് ബോണിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. അതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് പാരാതൈറോയ്ഡ് അല്ലെങ്കിൽ പാരത് ഹോർമോൺ. ബ്ലഡില് കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും. എങ്ങനെ കൂട്ടും? സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽഷ്യത്തിനെ അത് അവിടുന്ന് ഇളക്കി അല്ലെങ്കിൽ ചിരണ്ടി മാറ്റി തിരിച്ച് ബ്ലഡിൽ എത്തിക്കും. അതാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരത് ഹോർമോണിന്റെ ഫംഗ്ഷൻ. സോ കാൽസിറ്റോണിൻ ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവല് റെഡ്യൂസ് ചെയ്യും. പാരത് ഹോർമോൺ ബ്ലഡിലെ കാൽഷ്യത്തിന്റെ ലെവല് ഇൻക്രീസ് ചെയ്യും. ഇപ്പം ക്ലിയർ ആയോ? ആൻസർ ഇല്ലേ? ഇനി ഏത് വൈറ്റമിൻ ആണ് നമ്മുടെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ദ മെയിൻ വൈറ്റമിൻ ഡി. സോ വൈറ്റമിൻ ഡി ഹെൽപ്പ് ടു സ്റ്റിമുലേറ്റ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. സോ ഇത്രയാണ് നമ്മൾ തൈറോയിഡും പിറ്റ്യൂട്ടറിയിലെ ഉള്ള ഹോർമോണും അതിന്റെ ഡിസീസും. ഇനി എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ചാൽ? ഇത് നമ്മൾ ഇനി വേറെ പഠിക്കും. ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ചാൽ ഇവ കാൽസിറ്റോണിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും ഓസ്റ്റിയോപോറോസിസ്. പല പല കാരണം ഉണ്ടാകാം. അല്ലെങ്കിൽ പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ പ്രോബ്ലം കൊണ്ടാണോ? പാരാതൈറോയ്ഡ് കൂടുതലായാലാണോ ബോൺ വീക്ക് ആവുന്നത്? ഓസ്റ്റിയോപോറോസിസ് മീൻസ് വീക്കനിങ് ഓഫ് ദ ബോൺ. പാരാതൈറോയ്ഡ് കൂടിയാലാണോ കാൽസിറ്റോണിൻ കൂടിയാലാണോ? പെട്ടെന്ന് കാൽസിറ്റോണിൻ കൂടിയ ബോണിന് സ്ട്രെങ്ത് കൂടത്തേ ഉള്ളു. അതുകൊണ്ട് പാരത് ഹോർമോൺ കൂടിയാലാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുന്നത്. സോ ഒന്നും കൂടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ. ഏതൊക്കെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ? FSH, TSH, GH, prolactin, LH. ഈ MSH എന്ന് വെച്ചാൽ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് പക്ഷേ ലോവർ ആനിമൽസിലായിരിക്കും കൂടുതൽ. ഇനി ഏതൊക്കെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ? വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ, ഓക്സിറ്റോക്സിൻ. പിന്നെ ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻ, പിന്നെ അതിന്റെ ഡെഫിഷ്യൻസിയും ഹൈപ്പർ സെക്രീഷനും അഡൽട്ട്ഹുഡിലോ ചൈൽഡ്ഹുഡിലോ. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ. തൈറോയ്ഡ് ഹോർമോൺ ഏതൊക്കെയാ തൈറോയ്ഡ് ഹോർമോൺസ്? T3, T4 കാൽസിറ്റോണിൻ. T3, T4 കാൽസിറ്റോണിൻ. T3, T4 പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടുന്ന? ഫോളിക്കുലാർ സെൽസിൽ നിന്ന്. കാൽസിറ്റോണിൻ ഫോളിക്കുലർ സറൗണ്ട് ചെയ്യുന്ന പാരാഫോളിക്കുലാർ സെൽസിൽ നിന്ന്. ഇനി ഹൈപ്പോതൈറോയിഡിസത്തില് ഏതാണ് കൂടി നിൽക്കുന്നത്? ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഏതാ കൂടി നിൽക്കുന്നത്? ഏത് ഹോർമോണാ? ഹൈപ്പർ തൈറോയിഡിസത്തില് ഹൈപ്പർ തൈറോയിഡ് T3, T4. ഇനി ഹൈപ്പോ തൈറോയിഡിസത്തില് TSH കൂടിയാ നിൽക്കുന്നത്, കുറഞ്ഞല്ല. പക്ഷെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ T3, T4 കുറവാ. അതുകൊണ്ട് T3, T4 പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി TSH ഉണ്ടാക്കും. സോ ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ജൈജാൻറ്റിസം, ടു മച്ച് ഗ്രോത്ത് ഹോർമോൺ ഇൻ ചൈൽഡ്ഹുഡ്.
Acromegaly, too much growth hormone in adulthood. In a pituitary dwarf, too little growth hormone in the childhood. ഇനി എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസും മെലിറ്റസും തമ്മിൽ മാറല്. ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കൂടുതൽ മെലിറ്റസാ, ഇവിടെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡെഫിഷ്യൻസി ആണ്, ടൂ മച്ച് അല്ല. ഇനി എന്താണ് ഗ്രേവ്സ് ഡിസീസ്? എന്താണ് ഗ്രേവ്സ് ഡിസീസ്? ഓട്ടോഇമ്യൂൺ ഡിസീസ്. ഹൈപ്പറോ ഹൈപ്പോയോ? Hyper. Autoimmune disease due to overproduction of, it is an autoimmune disease where thyroid is overactive, producing excess amount of thyroid hormone. ഇനി Hashimoto's thyroiditis. എന്താണ് Hashimoto's thyroiditis? It is an inflammation of thyroid gland. It is also an autoimmune disease. And Hashimoto's thyroiditis ചിലപ്പം hypothyroidism ആകാം. ഇനി what do you mean by mixed edema? അഡൽട്ടിൽ കാണുന്നു. അഡൽട്ടിലുള്ള ഹൈപ്പോതൈറോയിഡിസം is called mixed edema. സോ ഇത്രയാണ്. ഇനി ഗോയിറ്റർ, നോർമൽ അല്ലെങ്കിൽ എല്ലാത്ത തൈറോയിഡ് ഗ്ലാൻഡിന് നമ്മൾ പൊതുവേ പറയുന്നതാണ്, എന്ത് കാരണം കൊണ്ടായാലും അയഡിൻ ഡെഫിഷ്യൻസി ആയ നമ്മൾ എൻഡമിക് ഗോയിറ്റർ എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പൊ തൈറോയിഡൈറ്റിസിലോ ഹൈപ്പർ തൈറോയിഡിസത്തിലോ ഹൈപ്പോയിൽ വേണമെങ്കിലും നമുക്ക് പുറമേ എൻലാർജ് ആകാം, എൻലാർജ് ആകാതിരിക്കാം. എല്ലാവരുടെ തൈറോയിഡിന്റെ പേരാണ് ഗോയിറ്റർ.